എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ തവണത്തെ നമ്മുടെ ഓണത്തിന് ഷെഫ് പിള്ളയുടെ വൈറലായിട്ടുള്ള ഉള്ളി തക്കാളി പച്ചടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അടിപൊളിയായിരിക്കും. ഓണത്തിന് ഇലയുടെ ഒരറ്റത്ത് ഈ ഒരു പച്ചടി വിളമ്പിയാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കി കേട്ടോ. ഈ ഒരു പച്ചടി അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും. ഈ ഒരു പച്ചടി വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം. 2 വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കനം കുറച്ച് വേണം കേട്ടോ നമ്മൾ ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഞെരടി പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ സവാളയുടെ ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണം. നല്ലപോലെ കനം കുറച്ചരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതേ രീതിയിൽ സവാള സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് കൈ കൊണ്ട് നല്ല തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. കണ്ടില്ലേ, ചാറൊക്കെ സവാളയുടെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നല്ല പഴുത്ത വലിയ തക്കാളി, അതും നല്ലപോലെ നൈസാക്കി അരിഞ്ഞെടുത്തതാണ്. 2 എരിവുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില ഒന്ന് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിക്കോട്ടോ. അപ്പോൾ എന്നാലാണ് ഈ ഒരു പച്ചടിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അതാ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അളവ് ഇച്ചിരി കുറവായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ടുള്ളത് ഇതിലേക്ക് താളിച്ചൊഴിക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കടായിലേക്ക്. ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിത് സാധാരണ ബിരിയാണിക്ക് സലാഡ് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ സവാള അത്രയധികം കൈകൊണ്ട് മിക്സ് ആക്കാറൊന്നുമില്ല. പക്ഷെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതാ നമ്മളിതിലേക്ക് കായപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ തൈരിലേക്ക് ചേർത്തെടുക്കാം. അടിപൊളി പച്ചടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ സലാഡ് ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണെങ്കിലും ഇതിലേക്ക് ആ താളിപ്പ് വന്നപ്പോഴാണ് കേട്ടോ ഇതൊരു പ്രത്യേക ലെവലായത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ടേസ്റ്റ് കാണുമെന്ന്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതും ഒരു പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഷെഫ് പിള്ളയുടെ ഈ ഒരു പച്ചടി അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഈ ഓണത്തിന് വേറൊരു പച്ചടിയുടെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പച്ചടി മാത്രം മതി നമുക്ക്. അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഓണത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.